questions from what we talked about this morning. നിങ്ങൾക്ക് ഞാൻ രാവിലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. And then I want to provide some background material that I think will help you understand what we were doing in Colossians 1. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ആ നിലയിൽ വന്നെത്തിയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുത്തതിനെ സംബന്ധിച്ച് ചില പടികൾ, പ്രമാണങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. I've suggested that we need to know grammar, and sometimes that's a scary thing for people. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിന് ഗ്രാമർ അറിയണം എന്ന് പറയുന്ന കാര്യം ചിലർക്കത് ഇഷ്ടമല്ല, ചിലർക്കതൊരു പേടിയാണ്. എന്നാൽ അത് വലിയ ദോഷമില്ലാതെ നമുക്ക് പറയാം. And so those preliminary comments will be that we don't have to know everything about grammar. You don't have to be a grammar expert, but just what are a couple of areas of grammar that are important. ഗ്രാമറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യാകരണത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യാകരണത്തിൻ്റെ എല്ലാ നിയമങ്ങളും അറിയണം എന്നൊന്നുമല്ല പറയുന്നത്. എന്നാൽ വ്യാകരണത്തിലെ ചില പ്രധാന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. Then the second thing we'll do is we'll introduce the 7-step process that I talked about this morning. നമ്മൾ ഒരു 7 പടികൾ ആണ് ഈ പഠനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. And then the third thing is we're going to take Romans 1:16 and 17 and we're going to try to apply that process. എന്നിട്ട് റോമാലേഖനം 1:16 17 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയും എങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് കാണിച്ചു തരികയും ചെയ്യാം. And then if we have time, we may actually go back to Colossians 1 and overlay the process on what we've already talked through, just so you can see it. We didn't pull it out of thin air, but we actually were following the structure. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമ്മൾ കൊലോസിയർ 1:9 മുതൽ 13 വരെയുള്ള 13 വരെയുള്ള വാക്യങ്ങൾ അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ ഒരു താല്പര്യത്തിൽ നിന്ന് പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ വ്യാകരണ നിയമങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ പിൻപിലുണ്ട് എന്ന കാര്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും. So before we get started on a little bit of grammar, are there any questions that are lingering or maybe came up during lunch? നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വല്ല ചോദ്യങ്ങളും കടന്നു വന്നെങ്കിൽ അതിനെ ഞങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം. No? Yes. Like if we say expository preaching, we are limiting our focus only on one passage of the letter or whatever it is. One problem that I think with that kind of an approach, see when Paul is writing a letter, or anybody for that matter, writing a letter, he is writing that letter to the church where he has already taught directly what somebody else has taught, the different aspects of godliness and other things. And it is to that background he is writing that. So, would it be possible for us, standing 2000 years more, but as transferred, to understand the actual intent of the author, just limiting our focus to one passage that we are handling? Yes, and I think there's dangers on, it's like when you drive down a road, there may be a big ditch, a danger on this side, but there may equally be a ditch or a danger on this side. There's dangers on both sides. നമ്മൾ ഒരു വേദഭാഗത്തിൻ്റെ പ്രസംഗത്തിൽ ആ വേദഭാഗത്തിൽ മാത്രം നമ്മളുടെ ശ്രദ്ധ പരിമിതപ്പെടുത്തിയാൽ ഉള്ള അപകടത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ചാണ് റോയ് പോൾ സഹോദരന് പറഞ്ഞത്. കാരണം ആകമാനമുള്ള ആശയം ഗ്രഹിക്കുന്നതിൽ നിന്ന് അത് നമ്മളെ തടയുമോ എന്നതാണ് ചോദ്യം. എന്നാൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഉദാഹരണം എടുക്കുകയാണ് എങ്കിൽ റോഡിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, 2 വശത്തും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റോഡിൽ കൂടെ തന്നെ ഡ്രൈവ് ചെയ്യണം, 2 വശത്തുമുള്ള അപകടങ്ങൾ നമ്മൾ ഒഴിവാക്കണം. So I would not say we are limiting ourselves to one passage. That's not the word I would use. അപ്പോൾ അതായത് നമ്മളുടെ പ്രസംഗം ആ വേദഭാഗത്ത് പരിമിതപ്പെടുത്തുന്നു എന്ന പ്രസ്താവന ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല.
that what I would say is we are giving priority to or focusing primarily upon one passage. അപ്പോൾ ആ പ്രത്യേക സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു എന്ന നിലയിലാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. Because and that's based on the belief that the passage is valid to stand on its own, to be adequate in and of itself. ഒരു വേദഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു ആശയം പറയുന്നുവെങ്കിൽ ആ ആശയം അതിൽ തന്നെ ആശയമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ആശയമായിട്ട് നിലനിൽക്കുന്നു. അതിൽ തന്നെ ഒരു നിലനിൽപ്പുണ്ട്. You know, so on one side, one ditch may be a pastor who says the idea here is prayer, and then goes to Matthew and the Lord's Prayer, and goes to John 17 and Jesus' prayer, and never comes back to Colossians. That's a problem. ചില പ്രസംഗകർ കൊലോസ്യ ലേഖനം വായിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണം എന്നുള്ള നിർദ്ദേശം കിട്ടിക്കഴിയുമ്പോൾ അവർ ശിഷ്യന്മാരുടെ പ്രാർത്ഥന മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, പിന്നീട് കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17, അങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിട്ട് അങ്ങനെ അതിനെ ആ പ്രസംഗം തീരും. But I do think we can use other Bible passages as illustrations or to help explain. നമ്മളുടെ വേദഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്നതിനും വേണ്ടി മറ്റ് വേദഭാഗങ്ങളുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് തികച്ചും നല്ല കാര്യമാണ്. For example, when we say Paul is praying that they would have understanding, and the purpose of the understanding is that they would walk worthy, and part of worthiness looks like bearing fruit in good works. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ലക്ഷ്യം അവർ പരിജ്ഞാനവും വിവേകവും പ്രാപിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി കർത്താവിന് യോഗ്യമാകുമെന്നും അവർ നടക്കണം എന്നുള്ളതാണ്. ആ യോഗ്യമായ നടപ്പിൻ്റെ ലക്ഷണം ഫലപ്രദമായ ഒരു ജീവിതവും നന്ദിയുള്ള ഒരു ജീവിതവുമാണ് എന്ന് നമ്മൾ പറയുന്നു. I may go to either a gospel story or even to the book of Titus. The book of Titus is largely about good works, and I might use a story to illustrate what does bearing fruit mean. അവിടെ ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ തീത്തോസിൻ്റെ ലേഖനം ആ വിഷയത്തിൽ സഹായകരമായിരിക്കുന്ന ലേഖനമാണ്. കാരണം സൽപ്രവൃത്തികൾ എന്നത് ആ ലേഖനത്തിൻ്റെ ഒരു മുഖ്യ ഊന്നലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തെ വിശദീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ തെളിയിക്കുന്നതിനോ ആ ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. So on one hand, I don't want to try to guess at things that might be in the background but are not said in the passage. I don't want to guess. ഒരു അപകടം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് എന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നതാണ്. അദ്ദേഹം ചിന്തിച്ച കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏക വഴി അദ്ദേഹം എഴുതിയ വേദഭാഗമാണ്. അതിൽ കവിഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ അല്ലെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ഇൻഫർമേഷൻ നമുക്ക് ബൈബിളിൽ തന്നെ ഉണ്ട് എങ്കിൽ അത് ശരിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടി ഇതാണ് കടന്നുപോയത് എന്ന് ആ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ നമ്മൾ പറയുമ്പോൾ അതിന് ഒരു അടിസ്ഥാനമില്ല. And that's really based on the idea that the text is sufficient, that what God wanted to be said, He inspired to be said, and what was inspired has been preserved, and so the text is sufficient. അപ്പം നമ്മളുടെ ഒരു വലിയ ധൈര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, അതായത് ആ സന്ദേശം അറിയിക്കുന്ന വേദഭാഗം അതിൽ തന്നെ പൂർണ്ണമാണ്, അത് മതിയായതാണ്. ദൈവം എന്താണോ പറയാൻ ആഗ്രഹിച്ച കാര്യം അത് ആ വേദഭാഗത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് പര്യാപ്തമായ ഒരു കാര്യമാണ്. But I also want to be careful not to make an equal but opposite mistake, as if this is the only thing God has said, and I don't want to consider the full canon of Scripture. മറുവശത്ത് പറയാനുള്ളതായിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ ഒരു വേദഭാഗം പ്രസംഗിക്കുമ്പോൾ ആ വേദഭാഗം മാത്രമാണ് ദൈവം സംസാരിച്ചത് എന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് അപകടമാണ്. കാരണം ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു പ്രത്യേക ആശയമാണ് നമ്മൾ പറഞ്ഞത്. ദൈവം തൻ്റെ വചനത്തിൽ എത്രയോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്.
So the main idea and the flow, the structure of my message should be contained in the one paragraph I'm teaching, but the rest of Scripture can definitely complement and contribute to explaining and illustrating. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ആശയം ഞാൻ പ്രസംഗിക്കുന്ന വേദഭാഗത്തിൻ്റെ ആശയമാണ്. എന്നാൽ ആശയത്തെ വിശദീകരിക്കുവാനും അതിനെ സാധൂകരിക്കുവാനും മറ്റ് വേദഭാഗങ്ങളിലെ ആശയങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. Yeah. So thank you for clarifying. I think that's a good question to clarify. Right. All right, so let's move into our topics for this session. ഈ മണിക്കൂറിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. And sorry to keep moving around. I'm trying to trick Babu. Yeah. Where am I now? Where am I now? Also keep the speaker without sound. Yes. Disturbance. But I'm trying to stay out from under the fan, but I thought maybe better over there, but I couldn't see the board. So when we talk about grammar, we really want to talk about three concepts. വ്യാകരണത്തെക്കുറിച്ച് പറയുമ്പോഴും 3 കാര്യങ്ങൾ അതിൻ്റെ പ്രാഥമികമായിട്ട് പറയണം. The first is the concept of a paragraph. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഖണ്ഡിക എന്ന ആശയമാണ്. That a paragraph is made up of one or more sentences that all speak to a particular topic. They're related. ഒരു ഖണ്ഡിക എന്ന നിലയിൽ വാക്യങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത്, അത് പരിഭാഷപ്പെടുത്തിയ ആളുകൾ ഒരു ആശയം ആശയമാണ് ഈ വാക്യങ്ങൾ പറയുന്നത് എന്ന ബോധ്യത്തിലാണ് ആ ആശയം പറയാനായിട്ട് ഒരു വാക്യമോ 2 വാക്യമോ 3 വാക്യമോ ഒക്കെ അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് നാം കണ്ടെത്തിയിട്ടുണ്ട്. So we say here the paragraph is the basic building block of thoughts. Whether you're writing a paper for school or you're writing a memo at work or you're studying the New Testament, the paragraph is the basic building block. നമ്മൾ ഏത് നിലയിൽ ആശയം വിനിമയം നടത്തുവാൻ ശ്രമിച്ചാലും, ഒരു പേപ്പർ എഴുതുന്നതാകാം, ലേഖനം എഴുതുന്നതാകാം, പുസ്തകം എഴുതുന്നതാകാം, അതിലെ ഏറ്റവും പ്രാഥമികമായ ഏറ്റവും ചെറിയ അംശം എന്ന് പറയുന്നത് ഒരു ഖണ്ഡികയാണ്. അവിടെയാണ് നമ്മൾ ഒരാശയം പറയുന്നത്. So words build clauses, clauses build sentences, sentences build paragraphs, and paragraphs build arguments. I think you need to say it again. Okay. Words build clauses. വാക്കുകൾ ക്ലോസിൻ്റെ മലയാളം ഘടന വാചകം ഒരു വാക്കുകൾ വാചകത്തെ ഉളവാക്കുന്നു. And clauses build sentences. എന്നിട്ട് വാചകങ്ങൾ വാക്യത്തെ ഉളവാക്കുന്നു. And then sentences build paragraphs. എന്നിട്ട് വാക്യങ്ങൾ ഒരു ഖണ്ഡിക ഉളവാക്കുന്നു. Paragraphs build arguments. എന്നിട്ട് ഈ ഖണ്ഡികകളാണ് യഥാർത്ഥമായിട്ട് ഒരു പുസ്തകത്തിൻ്റെ ആശയത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയത്തെ വെളിപ്പെടുത്തുന്നത് ഈ ഖണ്ഡികകളാണ്. So we recommend preaching paragraph. You will typically preach paragraph to paragraph. അപ്പോൾ അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ നല്ല രീതി എന്നത് പാരഗ്രാഫുകൾ എന്ന നിലയിൽ പ്രസംഗിക്കുന്നതാണ്. So let me ask, does the Malayalam Bible have paragraphs? Yes, we do. You do, okay. So the English Bible and the... No. I'm sorry? The original, the autograph? Yeah, so the original writings of the biblical authors, they did not write in paragraphs. അപ്പോൾ അതായത് നമ്മളുടെ ബൈബിളിലെ മൂലഗ്രന്ഥങ്ങളിൽ പാരഗ്രാഫും വാക്യങ്ങളും ഒന്നുമില്ല. In fact, it's thought they would not have even divided their words. They just wrote. Right. അത് തന്നെയല്ല, വാക്കുകൾ തമ്മിലും അന്തരമില്ല. അല്ലെങ്കിൽ വാക്കുകൾ ഒരു വാക്ക് മറ്റേ വാക്കിൽ നിന്ന് അകത്തിയല്ല എഴുതിയേക്കുന്നത്, എല്ലാം ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരിക്കുക. Many of our early Greek manuscripts are called uncials. They're just written a string of letters and you have to divide the words. അപ്പം ആദ്യ പുരാതന ഏറ്റവും പഴക്കം ചെന്ന മൂലഗ്രന്ഥങ്ങൾ അതിൻ്റെ കൈയെഴുത്ത് പ്രതികളിൽ അൻഷ്യൽസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിൻ്റെ ചേർത്ത് മറ്റേ അക്ഷരം അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് എഴുതിയിരിക്കുകയാണ്. വാക്കുകളെ തിരിച്ചറിയാനായിട്ട്
നമുക്ക് പരിശ്രമം ആവശ്യമാണ്. Probably I might say one more thing. If you get a manuscript in your hand, you will not be able to read anything. ഒരു സാധാരണ വിശ്വാസിയാണ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് ഗ്രീക്ക് അറിയാമെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ഒരു ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അത് ഒന്നും വായിക്കാനൊക്കത്തില്ല. യു ഹാവ് ടു ബി എൻ എക്സ്പെർട്ട് ഇൻ ഹാൻഡ്ലിങ് ദി മാനുസ്ക്രിപ്റ്റ് ഇൻ ഓർഡർ ടു മേക്ക് സെൻസ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ്. അപ്പോൾ അത് ഒരുപാട് അധ്വാനം ചെയ്താൽ കേട്ടോ ഇങ്ങനെ ടെക്സ്റ്റ് ആക്കിയത്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. And it's also worth saying the verses and the chapters are not in the original autograph. മൂലഗ്രന്ഥത്തിൽ വാക്കുകൾ തമ്മിൽ വേർതിരിച്ചിട്ടെന്ന് മാത്രമല്ല, വാക്യങ്ങളെന്ന് തിരിച്ചിട്ടില്ല, അധ്യായമെന്ന് തിരിച്ചിട്ടില്ല, പാരഗ്രാഫുകളെന്ന് തിരിച്ചിട്ടില്ല, ഒന്നുമില്ല. That is exactly right. That is the way they wrote. Right. So the only thing that would have been original would be the divisions of the books. Yeah. So we know that Yeah. the book of Colossians was a unit, Yeah. and then a book of Romans Yeah. was A scroll maybe. Maybe a scroll. Yes. Yeah. അപ്പോൾ പുതിയ നിയമത്തിലും എല്ലാം വേർതിരിവെന്ന് പറയുന്നത് പുസ്തകങ്ങൾ തമ്മിലാണ്. അപ്പം എഫേസ്യൻസിൻ്റെ ലേഖനം ഒരു സ്ക്രോളായിരിക്കും, കൊലോസ്യരുടെ ലേഖനം വേറൊരു സ്ക്രോളായിരിക്കും. അപ്പം ആ ബുക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ വാക്കുകളും പാരഗ്രാഫും വാക്യവും ചാപ്റ്റേഴ്സും ഒന്നും ഒറിജിനലിൽ ഇല്ല. So that's why we would say paragraphs are the basic unit you would preach. But there's times you may choose to do more. Yeah. Or less. Yeah. അപ്പോൾ നമ്മൾ പ്രസംഗിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം ഒരു ഖണ്ഡിക പ്രസംഗിക്കുന്നതാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ചില ഖണ്ഡികകൾ ഒരുമിച്ച് ചേർത്ത് പ്രസംഗിക്കാം. മറ്റേ അവസരങ്ങളിൽ ഒരു ഖണ്ഡിക തന്നെ ഒന്നിലധികം പ്രാവശ്യം പ്രസംഗിക്കാം. ഇപ്പോൾ ഞാനൊരു സഹോദരനോട് പറഞ്ഞപ്പോൾ കൊലോസ് ലേഖനം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യം ഒരു 3 പ്രസംഗമാക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. Even Colossians 9 to 14 can be 2-3 sermons. That's right. Yeah. It's very, very rich scripture. Yes. Yeah. And so, and if you're going to divide it into multiple sermons, I don't know how you do it. I would always want to, we'll talk tomorrow about introductions and body and then closings. If I'm just preaching on Colossians 1:13 and 14, for example, that we have been transferred from the kingdom of darkness into the kingdom of His beloved Son, I'm still going to, in the introduction, give you a sentence or two about Paul is praying, and this is what he's praying, and he says something profound here in his prayer, and that's what we're going to look at today. But I'll put it in its context. അവരെ 3 പ്രസംഗമാക്കിയാലും ആ 3 പ്രസംഗത്തിലും അതിൻ്റെ പ്രധാന പ്രസ്താവന എന്താണ്, ആ പ്രസ്താവനയുടെ വിശദീകരണമാണ് ഞാൻ പറയുന്നത് എന്നുള്ള കാര്യം മുഖവുരയിൽ നിശ്ചയമായിട്ടും പറയണം. So, okay, do we have anything else here under paragraph? Okay, so that's the paragraph, is we will typically work at that paragraph level. Sometimes, like Colossians 1, verses 1 and 2, you may choose to do that as a sermon. You may give an introduction to the book and talk about where Colossae is and some of those things. Or you may do like Colossians 1, 1 to 8 and put those 2 paragraphs together. A lot of that comes down to your preference. And then also different cultures. We work a lot with Mexican cultures in Texas. And I've had multiple Mexican pastors say their congregations don't like to be in a book for a year. So they will typically take a couple of paragraphs, and they do bigger units. So some of that's cultural and preference. Or the problem of the preacher. Yes. Yes. അവിടെ അദ്ദേഹം പറഞ്ഞത് ടെക്സസിൽ അദ്ദേഹം പല മെക്സിക്കൻ പാസ്റ്റർമാരുമായിട്ട് ഒരുമിച്ചുള്ള ചില വേലകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒരു പുസ്തകം ഒരു വർഷം പ്രസംഗിക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പുസ്തകത്തിന് കുറച്ച് ഭാഗം പ്രസംഗിക്കുക, പിന്നെ വേറെ പുസ്തകത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു രീതി, അതുപോലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏത് കൾച്ചറിൻ്റെ ഭാഗമാണോ അതിന് അനുയോജ്യമായ രീതിയിലൊക്കെ ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഞാൻ പറയുമായിരുന്നു, കൾച്ചറിനേക്കാളും ഉപരി പ്രസംഗിച്ച ആളുടെ പ്രശ്നമാണ് കുറച്ച് നാൾ പ്രസംഗിച്ചപ്പോഴത്തേക്ക് മറ്റൊരു മടുത്തു എന്ന് പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. All right, so the second of 3 concepts that are important is the clause. രണ്ടാമത്
ഒരു ഗ്രാമറിലെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ ഖണ്ഡികയാണ് എങ്കിൽ രണ്ടാമത്തേത് ക്ലോസ് ചെയ്ത് മലയാളം വാചകം. വാചകം അടിക്കണ്ട. വാചകം എന്താണോ? പദ എന്ത് വന്നേലും ക്ലോസ് ആണ്. They understand more English than Malayalam. Okay, okay, very good, very good. So a clause is a group of words that contains at least one subject and one verb. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കർത്താവ് അല്ലേ, അതുപോലെ തന്നെ ഒരു ക്രിയ. ക്രിയ വേണം. Is it a verb or oh, okay. Yeah. So കർത്താവും ക്രിയയും ഉള്ള വാക്കുകളുടെ സമൂഹമാണ് ക്ലോസ് എന്ന് പറയുന്നത്. So it'd be a verb or a verbal word like a participle. But a verb. So that makes a clause different than a phrase. A phrase is a group of words, but it doesn't have a subject and verb. ഫ്രേസ് എന്ന് പറയുന്നതും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഫ്രേസിലെ വാക്കുകൾ പലതുണ്ട് എങ്കിലും കർത്താവും ക്രിയ എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസം ആവശ്യമില്ല. വാക്കുകളുടെ സമൂഹമാണ് ഫ്രേസ്. എന്നാൽ കർത്താവും ക്രിയയും ഉൾപ്പെടുന്ന വാക്കുകളുടെ സമൂഹമാണ് ഒരു ക്ലോസ് എന്ന് പറയുന്നത്. So there are two types of clauses. രണ്ട് തരത്തിലുള്ള ക്ലോസുകൾ ഉണ്ട്. That's me. I got too close. So the first is an independent clause. ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്ന ക്ലോസ്. സ്വതന്ത്രമായി നിൽക്കുന്ന ക്ലോസ്. And understanding clauses is important. This is important. ഈ ക്ലോസ് എന്ന് പറയുന്ന പരിപാടി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. So an independent clause is a group of words with a subject and a verb that communicate a complete thought and can be a sentence by itself. അതായത് ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന ക്ലോസ് എന്ന് പറയുമ്പോൾ അതിലൊരു ക്രിയയും കർത്താവുമുണ്ട്. ആ പ്രസ്താവനയെ നമുക്ക് സ്വതന്ത്രമായി പറയാൻ പറ്റും. അതൊരു പൂർണ്ണ ആശയമാണ്, പൂർണ്ണ പ്രസ്താവന. If I was going to give you some words, tell me if this is a sentence. ഞാൻ ഒരു പ്രസ്താവന പറയാൻ പോവുക, അത് ഒരു വാചകമാണോ അല്ലേ? വാക്യം അത് ഇല്ല, വാചകം. I talk. ഞാൻ സംസാരിക്കുന്നു. Does it have a subject? Yes. Yes. Does it have a verb? Yes. Yes. Can it stand alone as a sentence? I talk. No. It can't? Oh, I thought it can. Man, I'm in trouble. Yeah, no, but I wanted to know what it is. You know the answer. You're just making it exciting. Right? Yeah. So I talk. Can that be a sentence? I walk. It can, right? Yeah, it has a subject and a verb, and if I write I walk, that is a complete idea. I walk. ഞാൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പൂർത്തീകരിക്കപ്പെട്ട പ്രസ്താവനയാണ്. അതിൽ ഒരു പൂർത്തീകരിക്കപ്പെട്ട ആശയമുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. Is it different in Malayalam? No, it is my ignorance. It is not Malayalam. Okay. So a subordinate clause. എന്നാൽ സ്വതന്ത്രമായിട്ടല്ല, അതിന് കീഴിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ആശ്രയിച്ച് നിൽക്കുന്ന ക്ലോസ്, അങ്ങനെയുള്ള ക്ലോസുകളുണ്ട്. So a subordinate clause has a group of words that contain a subject and a verb, but it does not communicate a complete thought. It cannot be a sentence. അവിടെ സ്വതന്ത്രമല്ലാത്ത മറ്റ് ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. പക്ഷെങ്കിൽ അതിന് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല, കാരണം അത് ഒരു ആശയം പറയുന്ന വാക്കുകളുടെ സമൂഹമല്ല. So we've already said that the sentence I talk is a sentence. ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞു. What if I add a word? ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്താലോ? Because I talk. Is that a sentence? ഞാൻ സംസാരിക്കുന്നത് എന്തെന്നാൽ അത് സെന്റൻസ് ആണോ? No, it's not, is it? Does that work in Malayalam? Oh yeah, it works everywhere. Okay. Just making sure. Because you are talking English and we are following English now.
Oh, okay. So if I say because I talk, it's no longer a sentence. Why is it no longer a sentence? I just heard a lot of rumbling. Say it again. The idea is not complete. It's not. The idea is not complete. That's exactly right. The because makes it subordinate to something, right? It's a causal idea. Because I talk, so we need something else, right? You listen because I talk. Now that's a complete sentence, right? You listen, that's the main idea. Why do you listen? Well, because I talk. If I say so that I talk, that's not a sentence. If I say, you get the idea, right? I'm trying to think, by talking. That's not a sentence either. So subordinate clauses cannot be a sentence by themselves. അവിടെ ആശ്രയിച്ച് നിൽക്കുന്നതായിരിക്കുന്ന ക്ലോസുകൾ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്ത ക്ലോസുകളാണ്. കാരണം അത് അതിൽ തന്നെ ഒരു ആശയം പറയുന്ന ക്രമീകരണമല്ല. And so I want to stop here and see, is there anyone who doesn't understand the difference here? Because this is crucial. നിങ്ങൾക്ക് ഈ സ്വതന്ത്രമായി നിൽക്കുന്ന ക്ലോസും സ്വതന്ത്രമല്ലാത്ത ക്ലോസും നമ്മൾ വ്യത്യാസം മനസ്സിലായോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. This is what we're going to work with here the rest of this session are these clauses. നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ ക്ലോസാണ് ഏറ്റവും ശ്രദ്ധ അർഹിക്കുന്ന കാര്യം. അതുകൊണ്ട് സ്വതന്ത്രമായ ക്ലോസ് സ്വതന്ത്രമല്ലാത്തത് എന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണം. And so you have independent clauses. When we looked at Colossians 1:9-14, we said there was one independent clause. അപ്പോൾ നമ്മൾ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്വതന്ത്ര ക്ലോസ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. And then everything else in that paragraph were subordinate clauses. അതിനുശേഷമുള്ള എല്ലാ പ്രസ്താവനകളും ആ പ്രധാന പ്രസ്താവനയ്ക്ക് കീഴിലാണ്. A subordinate clause does not mean it's an unimportant clause. ഒരു പ്രസ്താവനയുടെ കീഴിലാണ് മറ്റൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ കീഴിലുള്ള പ്രസ്താവനയ്ക്ക് പ്രാധാന്യമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. So in fact, subordinate clauses are important because they tell us about either an independent clause or another subordinate clause. ഒരു സബോർഡിനേറ്റ് ക്ലോസിൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്രമല്ലാതെ നിൽക്കുന്ന ക്ലോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്ലോസാണ് പ്രധാന ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ക്ലോസിൻ്റെ ആശയം വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന ആശയത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന വേറെ ഒരു ക്ലോസിൻ്റെ ആശയം വിശദീകരിക്കാനായിട്ട് ഈ സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് ഉപയോഗിക്കാം. Remember we said the exegetical sermon is a sermon where the main idea of the text is the main idea of the sermon. That's the independent clauses. Those are the main ideas. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു വിശദീകരണ പ്രസംഗം എന്ന് പറയുന്നത് വിശദീകരണ പ്രസംഗത്തിൽ അതിൻ്റെ ആശയം എന്നത് വേദഭാഗത്തിൻ്റെ ആശയമായിരിക്കണം. അതിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് വേദഭാഗത്തിൻ്റെ ഒഴുക്കായിരിക്കണം എന്ന് പറഞ്ഞത് ഒരു സമ്പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ട പ്രസ്താവനയാണ്. And that the flow of the text or the structure of the text gives us the flow or the structure of the sermon. We get the flow from the subordinate clauses. എന്നാൽ ഫ്ലോ പ്രസംഗത്തിൻ്റെ ഒഴുക്ക് ആണ് അതിനെ പ്രസംഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ഒരു സബോർഡിനേറ്റ് ക്ലോസിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. So that's why in Colossians 1:9-14 we said Paul has one main idea. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കൊലോസ്യർ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന് ഒരു പ്രധാന ആശയമാണുള്ളത്. That he prays continually for the Colossian church. കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്നു. And then we see when he prays, that when is a subordinate clause. എപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം പ്രധാന പ്രസ്താവനയ്ക്ക് കീഴിലുള്ള പ്രസ്താവനയാണ്. We see what he prays, that what is a subordinate clause. എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും പ്രധാന പ്രസ്താവനയ്ക്ക് കീഴിലുള്ള പ്രസ്താവനയാണ്. We see why he prays, the why was a subordinate clause. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും പ്രധാന പ്രസ്താവനയ്ക്ക് കീഴിലുള്ള പ്രസ്താവനയാണ്. And then we get 3 or 4 descriptions of what the Christian life looks for that he's praying about. Those are all subordinate clauses. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ക്രിസ്തീയ
ജീവിതത്തിൻ്റെ അഥവാ നടപ്പിൻ്റെ പ്രത്യേകതകളായിട്ട് പറഞ്ഞതെല്ലാം പ്രധാന പ്രസ്താവനയ്ക്ക് കീഴിലുള്ള പ്രസ്താവനകളാണ്. So the main idea and the flow come out of understanding independent and subordinate clauses. That's why this part is important. അപ്പോൾ അതുകൊണ്ട് പ്രധാന പ്രസ്താവന, പിന്നെ അതിനുശേഷം ആ പ്രധാന പ്രസ്താവന വിശദീകൃത പ്രസ്താവനകൾ എന്ന നിലയിൽ വാക്യത്തെ വിഭജിക്കുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. So one more introductory grammar concept and then we'll get to the process. എന്നിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ So we've ഗ്രാമറിനെ കുറിച്ച് പറയാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രാമർ നമ്മളുടെ വചന പഠനത്തിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. So we have looked at the paragraph, that's wide, and then the clause, and now we're going to look at key words. അപ്പം ഒന്നാമത് നമ്മൾ പാരഗ്രാഫിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് നമ്മൾ ക്ലോസിനെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത് പറയാൻ പോകുന്നത് പ്രധാന വാക്കുകൾ എന്ന കാര്യമാണ്. And so we're going to look at 5 types of key words. At Dallas Seminary they would call them the big 5. 5 തരത്തിലുള്ള പ്രധാന വാക്കുകൾ ഉണ്ട്. അതിനെ ഡാലസ് തിയോളജിക്കൽ സെമിനാരിൽ പറയുന്നത് വലിയ 5കൾ, പ്രാധാന്യമേറിയ 5കൾ എന്നാണ് പറയുന്നത്. So we have said every clause has a subject and a what? Subject and a verb. And a verb, right? So every clause has a verb, so we're going to want to find our verbs. That's the first type of word, is verbs. അവിടെ നമ്മൾ നോക്കുന്ന വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിയാപദം എന്ന് പറയുന്ന കാര്യമാണ്. If we find a sentence that has 5 verbs in it, it may have 5 clauses, it may have 4 clauses if one of those is compound, but it will not have 6 clauses. It can't have more than 5. അപ്പോൾ നമ്മൾ ഒരു പ്രധാന പ്രസ്താവന, പിന്നെ അതിൻ്റെ കീഴിലുള്ളതായിരിക്കുന്ന പ്രസ്താവന, will you say that again? I didn't get it. Yeah. So if we're looking at a sentence, the number of verbs in the sentence is the max number of clauses we can have. We may have less, but you can't have more. ഒരു വാക്യത്തിൽ ഉള്ള ക്രിയാപദങ്ങൾ എത്രത്തോളം ഉണ്ടോ അതാണ് അതിൽ എത്രത്തോളം ക്ലോസുകളുണ്ട് എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. ക്രിയ ഇല്ലെങ്കിൽ അത് നമുക്കൊരു ക്രിയ ഇല്ലാതെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല. എത്ര ക്രിയയുണ്ടോ അത്രയും ക്ലോസുകൾ അതിനുണ്ട്. So finite verbs are going to help us find our clauses, right? അവിടെ ക്രിയാപദങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഫൈനൈറ്റ് വെർബ് എന്നുള്ളതിൻ്റെ മലയാളം എന്താ? And when we find our clauses, പൂർണ്ണക്രിയ. പൂർണ്ണക്രിയ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Hey, good job keeping him honest, right? Right. Very good. None of them can sleep. Everybody has to find words. We have a Berean audience. Yeah. That's right. Berean. That's right. So we want to find verbs, but then we want to find there are 4 types of words that if they are in the clause, they make the clause subordinate. 4 തരത്തിലുള്ള വാക്കുകൾ ഒരു ക്ലോസിലുണ്ടെങ്കിൽ അത് സബോർഡിനേറ്റായി പോകും. മെയിൻ പ്രസ്താവനയാകത്തില്ല. സബോർഡിനേറ്റ് ആക്കാനായിട്ട് 4 തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. So we've already said, yes, so there are 4 types of words that if they are in the clause, they make the clause subordinate. I'll give you an example. I talk it's got a finite verb, talk. That's a sentence. If I put the word because in front, because I talk, because is a subordinating conjunction. That word because means whatever comes after it is going to be subordinated to something. And so we're going to look for those introductory words because those help us find the main idea by process of elimination. Does that make sense? Right. Yes. Right. So the clauses will give us the flow of the passage. Looking at Colossians 1:9-14, we see that Paul is praying, this is when, this is what, this is why, and it produces this life.
And so one of the characteristics is bearing fruit. And then it says bearing fruit through good works. Like those words, good works, are going to be very important to preach and to explain. But the flow doesn't come from the word good works. It comes from the word bearing. Bearing fruit. It answers the question how or what a life worthy of God looks like. Does that make sense? അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴേ നാമവിശേഷങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് പറയാതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ആശയങ്ങളെ നിർണ്ണയിക്കുന്നത് നാമങ്ങളല്ല, ആശയത്തെ നിർണ്ണയിക്കുന്നത് ക്രിയയാണ്. അപ്പോൾ ആശയത്തെ നിയന്ത്രിക്കുന്ന കാര്യം, അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് എന്ന് പറഞ്ഞത്. ക്ലോസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്രിയയും പിന്നെ കർത്താവും പിന്നെ ക്രിയയും. അപ്പോൾ അതാണ് ആശയത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലോസിനെ കുറിച്ച് പറഞ്ഞത്, മറ്റത് പ്രാധാന്യമില്ലാത്തതാണ് എന്നുള്ളതുകൊണ്ടല്ല. Yes, you would talk about the structure, the first or second characteristic of this style of life is one that bears fruit. What's that mean? Notice what Paul doesn't say. He doesn't say bearing fruit means you build a big church. It doesn't mean you accomplish great things. What it means in context is two things. Doing good works and growing in understanding. Yeah. Those are things I control. I can't control if I preach and I'm Jeremiah, 50 years and nobody responds, 55 years, nobody responds. I can't control that. But what I control is my faithfulness, the works I do, and my study and my investment in my communion with Christ. അവിടെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് യോഗ്യമായിരിക്കുന്ന നടപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെ ഒരു പ്രധാന കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാണ് കർത്താവിന് ഇത് അനുയോജ്യമായ നടപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് ഫലം പുറപ്പെടുവിക്കുന്നതിനെ സംബന്ധിച്ച് എത്ര ആളുകൾ നിങ്ങളുടെ സഭയിൽ വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, എത്രത്തോളം നിങ്ങൾ പ്രസിദ്ധനായി തീർന്നു, ഇതൊന്നും അദ്ദേഹം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫലം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, നല്ല സൽപ്രവൃത്തികൾ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ പരിജ്ഞാനത്തിൽ വർദ്ധിക്കുക എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിന് ഫലമായിട്ട് എന്തെല്ലാം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് നിയന്ത്രണമുള്ള കാര്യമല്ല. യിരെമ്യാവ് ഉദാഹരണമാണ്. യിരെമ്യാവ് 50 വർഷം, he preached for 50 years, isn't he? ജെറമയ 50 വർഷം പ്രസംഗിച്ചു, പക്ഷേ ഒരെണ്ണം മനസ്സിലാക്കപ്പെടില്ല. അതുകൊണ്ട് യിരെമ്യാവിൻ്റെ പ്രസംഗവും പ്രവൃത്തിയും ഫലപ്രദമായില്ല എന്ന് നമ്മളാരും പറയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത കാര്യമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എന്നാൽ ഞാൻ എങ്ങനെ പ്രസംഗിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് സൂക്ഷിക്കുന്നു, എത്രത്തോളം ഞാൻ ദൈവവചനം പഠിക്കുന്നു, അതൊക്കെ എൻ്റെ നിയന്ത്രണത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്തോടെ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള വിശ്വസ്തതയാണ് ദൈവം ഫലപ്രാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. So does that make sense though? The clause gives us the structure, and then what's in the clause gives us the content that we preach. Does that make sense? Okay. നമ്മുടെ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഖണ്ഡികയിലെ ഘടന എന്ന് പറയുന്നത് അതിലെ ക്രിയ പദങ്ങളാണ് നിയന്ത്രിക്കുന്നത്. മറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റ് കാര്യങ്ങളെല്ലാം ആ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്, അതിനുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിയയാണ്. Great. So going back to your question, yes, if there's a subordinate conjunction or relative pronoun, those words, those won't be your main ideas. Those are telling you something either about the main idea or about another subordinate clause. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലോസ് സബോർഡിനേറ്റ് മറ്റേതിന് കീഴിലാണ് വന്നതെങ്കിൽ അത് നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രധാന ആശയമാക്കാൻ ഒക്കില്ല. കാരണം അത് ആ പാരഗ്രാഫിലെ പ്രധാന ആശയമല്ല. അപ്പം പാരഗ്രാഫിൻ്റെ പ്രധാന ആശയം നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രധാന ആശയമാകണം എന്ന് പറയുമ്പോൾ ഒരു സബോർഡിനേറ്റ് പ്രധാന ആശയത്തിന് കീഴിൽ നിൽക്കുന്ന ഒരാശയം നമ്മളെ പ്രധാന ആശയമായിട്ട് പറയാനൊക്കെ. So subordinate conjunctions will be things like because, so that, according to, by, for, yeah. അവിടെ ചില വാക്കുകൾ ഒരു പ്രസ്താവനയ്ക്ക് മുമ്പേ വന്നാൽ ആ പ്രസ്താവന പ്രധാന പ്രസ്താവനയുടെ കീഴിലായി പോകും. അങ്ങനെയുള്ള വാക്കുകളാണ്
എന്തുകൊണ്ടെന്നാൽ, അതുകൊണ്ട്, അപ്പോൾ എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ അത് പ്രധാന പ്രസ്താവനയല്ല, പ്രധാന പ്രസ്താവനയുടെ വിശദീകരണമായിരിക്കുന്ന പ്രസ്താവനകളാണ്. All right, the next group of words are relative pronouns. So those would be words like who, whom, which. റിലേറ്റീവ് പ്രോനൗണിൻ്റെ മലയാളം എന്തുവാ? അത് റിലേറ്റീവ് പ്രോനൗൺ തന്നെയായിരിക്കും നല്ലത്. ബിക്കോസ് വി ഡോണ്ട് നോ ദി ലാംഗ്വേജ് വേർഡ്സ് ഫോർ മലയാളം. They know relative pronoun. Once you start looking for relative pronouns, it's fascinating that the Apostle Paul, almost every time he mentions the name Jesus, he can't just keep going and telling you what he was telling you. He stops and says, Jesus, who? And then tells all this stuff and then goes back to what he says. Because it's like, oh, I mentioned Jesus' name. I like Jesus. I'm going to tell you something about him. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേര് പറയുന്ന ഒരിടത്തും യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് നിർത്തിയിട്ടില്ല. യേശുക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ വിശദീകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ പറയാതെ യേശുക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വിവരിക്കാനായിട്ട് പൗലോസിന് സാധിക്കില്ല. അപ്പോൾ പൗലോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കർത്താവിന് ചില പ്രത്യേകതകൾ വരും. അതുകൂടെ യേശുക്രിസ്തുവിനോട് ചേർത്ത് അദ്ദേഹം പറയാറുണ്ട്. So the passage we're going to look at together is going to have subordinate conjunctions and relative pronouns. That's what we'll see in a minute. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നതും ഹൂ, വാട്ട്, വെൻ ഈ പ്രസ്താവനകൾ ഒരു പ്രസ്താവനയെ പ്രധാന പ്രസ്താവനയുടെ കീഴിലാക്കുന്ന പ്രസ്താവനകളാണ്. The text Wes is going to look at after the break is going to have infinitives and participles. So you'll see them all. ഇൻഫിനിറ്റീവ്സും പാർട്ടിസിപ്പിൾസും അതുപോലെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ അത് വെസ് നമ്മളോട് പറയുന്നതാണ്. So an infinitive, if you're not sure what that is, it's the word to plus a verb. So to cook, to walk, to run. You'll have a clause and it won't have a finite verb. The infinitive serves as the verb of that clause. ഒരു ക്ലോസിൽ ക്രിയയുടെ സ്ഥാനം വഹിക്കുന്ന വേറെ ഒരു വാക്കാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റീവിനെ മനസ്സിലാക്കാനായിട്ട് ടു എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പറയുന്ന പ്രസ്താവനകളെല്ലാം ഇൻഫിനിറ്റീവ് പ്രസ്താവനകളാണ്. അവിടെ അങ്ങനെ ഇൻഫിനിറ്റീവ് പ്രസ്താവനകൾ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആശയമാണ്. Then the last one is participles. So participles are a verbal idea that end in ing. അപ്പോൾ ing എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടിസിപ്പിളാണ്. അത് പ്രധാന ആശയമല്ല, അതെല്ലായ്പ്പോഴും it could be anything. Any participle. It's just participle. Any participle. Any kind. Any kind. What is that? ing, yeah. A what? No. Walk. He was walking. Or no. Yeah, past participles are there. Ing. Participle is ing form of the verb. Past participle is the third form of the verb. The present, past participle. By the way, go, when, gone. Gone is the past participle. Going is the present participle. Oh, okay. Maybe in Malayalam it wouldn't be that way in English. Also, there is present participle and past participle. Right. A past participle will still be ing. Yeah. Present participle is ing. That is the walking man. What? That is Yes. used as an activity. Yeah, like walking. So I teach talking to you, and so the main idea is I teach. Talking to you would answer the question how I teach. That is adverbial. That is adverbial. That is what? Adverbial. Adverbial, yeah. So adverbial participles are really what we're looking for, yeah. So a noun participle in English would be called a gerund. So an example would be Aaron came up after the break and I had sat in the back and just done that Colossians 1:9-14, and I said there's 4 participles: pleasing, bearing,
strengthening, and thanking, those four. And he said, I don't understand in my translation the pleasing. And I looked at it with him, and I think that would not be a participle. There would only be the three participles. But that's where I think we benefit each other, because that was a gerund in there. Pleasing was more of a noun idea. But that's getting too complicated. So we're going to stick with just ing words right now. ഏതായാലും ശരി, നിങ്ങൾ ഈ ING വാക്കുകൾ ആണ് പ്രധാനമായിട്ടും പാർട്ടിസിപ്പിൾ എന്ന് മനസ്സിലായത്. മലയാളത്തിൽ അത് എന്നാണ് പറയുക. ഞാനത് ഓർത്തുന്ന കാര്യം എന്ന് ചോദിച്ചാൽ പിന്നെ അല്ല ഞാൻ പറയാം, ഇതെന്താ അല്ല മോനെ ഇതൊന്നും ചോദിക്കട്ടെ. നമ്മൾ മത്തായി സുവിശേഷം 28:18 വാക്യങ്ങളിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടെന്ന് പറയുന്നത് പാർട്ടിസിപ്പിളാണ്. പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയുന്നത് പാർട്ടിസിപ്പിളാണ്. പിന്നെ ഉപദേശിച്ചും, they are all participles. എന്തുവാന്നേലും ശരി, ഇത് ഞാൻ പറയാം. പിന്നെ ഉപദേശിച്ചും സ്നാനപ്പെടുത്തിയും പുറപ്പെട്ടും. There is no conjunction in the Greek. അല്ല പറയാം ശരി, നമ്മൾ അത് മൂലഭാഷയിൽ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് കൺജങ്ഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി എക്സ്പ്രസ്. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ എങ്ങനെ പരിഭാഷപ്പെടുന്നുള്ള വേറെ കാര്യം. എന്നാൽ ബാപ്റ്റൈസിങ്, then teaching, going, they are all participles. They are all ing. Yeah. So for the, because I think we would understand participles differently. Maybe. So we want to simplify it, keep it at ing words. Oftentimes a past participle in Greek, so like an aorist participle in Greek, will come into the English with a helping word, since hearing. So I wonder if the beginning of Colossians 1:9 might be a past participle, and we would have to translate it in English, having heard or since hearing. That's where we pick up the past idea. Is by adding words. But in Greek, you would actually have past participles. So you'd have aorist participles. And oftentimes, to get technical, a present tense participle will typically tell us how we do something. A past participle will tell us the reason for doing something. And so the tense of a participle in Greek can help us understand how we interpret it. So a lot of times when we're reading the English Bible or the Malayalam Bible and we're asking those questions, bearing fruit, and we said that's how we live a life that's worthy, my guess, I haven't looked, but my guess that would be a present Greek participle because it's answering the question how, and in Greek that's usually the way they would do it. For our purposes, I would say let's stick with just the English or the Malayalam. And working with the participle really being an ing word. Does that sound good? Yeah. Is that? But I differ. That would be skewed. There are present participle which gives a continuous present action verb. But for example, baptizing means baptizing a continual adjective form. That is it. The past participle, that man, for example, the man is being qualified as dead and gone. So that is a past participle. Dying man is present participle. That means when we are speaking, the guy is dying. The other thing is already dead. So there are two distinctions in the participles. Okay. And what we're really interested in here is the participle giving us the flow of explaining a clause. The participle may do other things, but what we're interested in is the participle is going to tell me how this clause that has the participle relates to another clause. And it's going to relate by telling me how, when, why, and why can be the purpose or the cause or the result. And so it's going to answer questions about the main idea or another clause. Were you going to say something, Wes? Yeah, this might help him out a little bit so you're not so hung up on this. But the ing participle is always the present participle. You're
Yeah, yeah. And so the ing helps you find the present tense. Does that make sense? Does that help? Okay. All participles don't have the end ing. The verbs with the end ing are usually the participle. വൺ തിങ് ദാറ്റ് വി ഹാവ് ടു സേ, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പാർട്ടിസിപ്പിൾ ആണ് എങ്കിൽ മെയിൻ ഐഡിയ അല്ല. അത്രയും നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് എ പാർട്ടിസിപ്പിൾ ഇസ് നോട്ട് ദ മെയിൻ ഐഡിയ. It is a subordinate. Right. So. And technically, we're looking for adverbial participles. Right. Verbal. So, main verb, the finite verb, is the verb that controls the whole thought. Right. So we saw make disciples participles- is the main thought in So we Matthew saw 28. giving thanks, bearing fruit, Yeah. and strengthening. Those were three participles, each one telling us what a God-honoring life looks like. Yeah, For those yeah, three participles. That's the way a participle will work for what we're doing. പാർട്ടിസിപ്പിള് ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ വിശദീകരണമാണ്. എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു മെയിൻ വെർബാണ് എപ്പോഴും. അപ്പോൾ വെർബ് നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് അതിൻ്റെ മെയിൻ ഐഡിയ. പാർട്ടിസിപ്പിൾസ് ആർ ഓൾവേസ് സബോർഡിനേറ്റ് ഐഡിയാസ്. Yeah. So okay, let's go to the next. And what we're wanting to do now is introduce the 7-step process, okay? I think, were you able to make copies, or do we just have a few? But we will send it to them on the WhatsApp. Okay, so I have a few copies. Maybe if they could, if they want to look at it or whatever. Put the 7 steps on the slide. Let's do that. We'll do the 7 steps on a slide, okay? So these are going to be the 7 steps. We'll send this to you. But just so you will know it, each of the 7 steps we found in Romania, we were working with men, none of whom had gone beyond 6th or 7th grade because of communism. And so we tried to take this process and to make it very clear, and this is the result. So hopefully this will make sense. അപ്പോൾ ഞങ്ങൾ മൈക്ക് സഹോദരൻ റുമേനിയയിൽ പോയപ്പോൾ ഈ ക്ലാസ്സുകൾ പഠിപ്പിച്ചത് 6ാം ക്ലാസ് വിദ്യാഭ്യാസം, അതിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ അവിടെ പുരുഷന്മാർ കുറവാണ്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ പ്രയോജനമാണ്, അവരെ മനുഷ്യരെ പഠിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ലളിതമാക്കി. ആ ലളിതമായ രൂപമാണ് നമ്മളുടെ മുൻപിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. So as we read through these, this is exactly what we did with Colossians 1:9-14. You may just not have realized it. ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകൾ അതുവഴിയാണ് നമ്മൾ കൊലോസ്യർ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യം പറയാനായിട്ട് ഈ പടികളാണ് നമ്മൾ ഉപയോഗിച്ചത്. So step 1, they'll all be find this by looking for that. That's the way they're worded. So it'll say find this by looking for that. So step 1 is find the passage by looking for the paragraph. And there's a sheet that you may. So, and we'll send you, it's a front and back sheet. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസേജ് കണ്ടുപിടിക്കാനായിട്ട് പാരഗ്രാഫ് കണ്ടെത്തുക. So, for example, when we picked Colossians 1:9-14, that's a paragraph, and so that was our passage. അപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നതിനുള്ള ഒരു പാസേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പാരഗ്രാഫ് തിരഞ്ഞെടുക്കണം, അതാണ് നിങ്ങളുടെ പാസേജ്. Step 2, we find the sentence by looking for full stops. രണ്ടാമത് ഈ പാരഗ്രാഫിലെ വാചക സെൻറ്റൻസ് എന്ന് പറയുന്നത് വാക്യമല്ലേ, വാക്യം കണ്ടുപിടിക്കാനായിട്ട് വിരാമം അഥവാ ഫുൾ സ്റ്റോപ്പ് കണ്ടുപിടിക്കണം. So a full stop would be a period, a question mark, or an exclamation mark. അപ്പോൾ അതായത് ഒരു ചോദ്യചിഹ്നമോ അല്ലെങ്കിൽ പൂർണ്ണവിരാമമോ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കോ എന്ന് പറയുന്നത് ഒരു വാക്യമാണ്, അവിടെ വാക്യം അവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. And so Colossians 1:9-14 in English, I think, had 2 sentences. We didn't separate those, but there were 2 sentences. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ഭാഷയിൽ 2 സെൻറ്റൻസ് ആയിട്ടാണ്, 2 ഫുൾ സ്റ്റോപ്പാണ് ഉള്ളത്. My guess is in Greek there would be 1 sentence. That's my feeling. Is it? Okay. Step 3, we find the clauses. So remember, we're working with paragraphs, sentences, and clauses. So step 3, we find the clauses by looking for verbs. ക്ലോസ് കണ്ടുപിടിക്കാനുള്ള വഴിയെന്ന് പറയുന്നത് ക്രിയ,
ക്രിയാപദങ്ങൾ കണ്ടെത്തുക. Verbs can be finite verbs, infinitives, or participles. അത് 5 words. Finite verbs, infinitives, or participles. That's what we're looking for in step അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പൂർണ്ണ ക്രിയ, പാർട്ടിസിപ്പിള്, ഇൻഫിനിറ്റീവ്, ഇതെല്ലാം ക്രിയയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. Remember why we're looking for verbs? Every clause has a verb, and so when we find a verb, that gives us a clue there may be a clause here. ഒരു ക്രിയ, അതിന് ക്രിയയുടെ വിവിധ രൂപങ്ങൾ, ഏത് നിലയിൽ ഒരു ക്രിയ പ്രത്യക്ഷപ്പെട്ടാലും അത് ഒരു ക്ലോസ് ആണ്. ക്രിയ ഉണ്ട് എങ്കിൽ അതിനോട് ചേർത്തൊരു ക്ലോസ് ഉണ്ട്. So the first 3 steps you can really do in 5 minutes. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് 5 മിനിറ്റ് എടുത്താൽ അത് കൂടുതലാണ്. Steps 4 and 5 are where things slow down, but where you really get good meat from the text, from observation. 4ഉം 5ഉം പടികളിലാണ് വിയർക്കുന്നത്. അവിടെയാണ് നമ്മളുടെ യഥാർത്ഥ പരിശ്രമം കേന്ദ്രീകരിക്കേണ്ടത്. So step 4 is I'm going to find the independent clause by looking for subordinating introductory words. അവിടെ ഒന്നാമത്തെ ശ്രമമെന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്ന പ്രസ്താവന കണ്ടെത്തുക എന്ന് പറയുന്നതാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ പ്രസ്താവനയുടെ കീഴിൽ വരുന്ന നിലയിൽ വാക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രിയാപദത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചോ ആ ആശയങ്ങളെ കീഴ്പ്പെടുത്തിയാൽ പ്രധാന പ്രസ്താവന ഏതാണെന്ന് മനസ്സിലാക്കാം, അതിന് കീഴിൽ വരുന്നതായിരിക്കുന്ന പ്രസ്താവന ഏതാണെന്ന് മനസ്സിലാക്കാം. അത് ശ്രമകരമായിരിക്കുന്ന ഒരു ജോലിയാണ് അത് കണ്ടുപിടിക്കാന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? It goes back to your question. If there's a subordinate conjunction in the clause, it can't be independent. അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ആശയത്തെ മറ്റൊരു ആശയത്തിനെ കീഴിലാക്കുന്ന ഒരു വാക്ക് ഉണ്ട് എങ്കിൽ അത് സ്വതന്ത്രമായിരിക്കുന്ന പ്രസ്താവനയാകാൻ പറ്റുകയില്ല. And so we use process of elimination. We go clause by clause and say, is there a subordinating word? If there is, we know that's not our independent clause. Then we go to the next one. അപ്പോൾ നമ്മൾ ഇതിലെ പ്രധാന പ്രസ്താവന കണ്ടുപിടിക്കാനായിട്ട് പ്രധാന പ്രസ്താവനയ്ക്ക് കീഴിൽ വരുന്ന നിലയിലുള്ള വാക്കുകൾ നാം പറയുന്ന പ്രസ്താവനയോട് ചേർത്തുണ്ടെങ്കിൽ അത് പ്രധാന പ്രസ്താവനയല്ല. പ്രധാന പ്രസ്താവന സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന പ്രസ്താവനയാണ്. അപ്പോൾ there can be, yes. So the question was, can there be more than one independent clause? Yes, each sentence will have an independent clause, and some sentences will have 2 independent clauses. And we still have to see how do those sentences or how do those independent clauses relate to each other. ചില വാക്യങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന 2 പ്രസ്താവനകൾ വരാം. അപ്പോൾ ഏതാണ് മെയിൻ പ്രസ്താവന എന്നുള്ളത്, ഏത് ആശയത്തിൻ്റെ കീഴിലാണ് മറ്റേ ആശയം വരുന്നത്, യുക്തിസഹമായ രീതിയിൽ, ആശയത്തിൻ്റെ ഗൗരവത്തിൻ്റെ രീതിയിൽ ഏതാശയമാണ് മറ്റേ ആശയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. So, and I think there was a question over here. Yes. Yeah, that's right. That's right. Then step 5, we're going to go back to each of our clauses, okay? അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസുകൾ കണ്ടുപിടിച്ചു. ഇനി ഈ ക്ലോസുകൾ നമ്മൾ ബന്ധം കണ്ടുപിടിക്കണ്ടേ? So, for example, I've already found the subordinating word bearing for bearing fruit in Colossians 1:11, I think it was. അവിടെ പിന്നെ ഫലം പുറപ്പെടുവിച്ചും അല്ലേ, അങ്ങനെ ഒരു പ്രസ്താവന ഫലം പുറപ്പെടുവിച്ചു അങ്ങനെയാണോ? അപ്പോൾ ആ പുറപ്പെടുവിച്ചും എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്താവന സബോർഡിനേറ്റ് ആക്കുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ്. So step 5, I'm wanting to do 2 things. I want to see what clause this subordinate clause describes. അവിടെ ഒരു ക്ലോസ് സബോർഡിനേറ്റ് ആണ്, മെയിൻ പ്രസ്താവന അല്ല എന്ന് നമ്മൾ കണ്ടെത്തിയാൽ ഈ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഈ ക്ലോസ് ഏത് പ്രസ്താവനയെ വിശദീകരിക്കുന്നതാണ്, ഏത് പ്രധാന ആശയവുമായിട്ടാണ്
അതിനെ വിശദീകരിക്കാനായിട്ടാണ് ഈ സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. Going back to Colossians 1 with bearing fruit, remember we said there was a purpose clause that said, so that you might live a life worthy of Him. And bearing fruit is one way that we do that. It's one description of what that life looks like. അവിടെ പുറപ്പെടുവിച്ചും ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന പ്രധാന പ്രസ്താവനയല്ല എന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന ഈ പ്രസ്താവന ഏത് പ്രസ്താവനയോടാണ് കീഴ്പ്പെട്ട് നിൽക്കുന്നത്, ഏത് പ്രസ്താവനയെ വിശദീകരിക്കാനാണ് എന്ന് അന്വേഷിക്കുമ്പോൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്നുകൊണ്ടെന്നാണോ? So we know that clause bearing fruit is subordinate because it has a participle bearing. That's step 4. We know that it relates or tells me something about so that I might walk in a manner worthy. And we know what question it answers. Really, what's that look like or how do I do it? അവിടെ ഈ പറഞ്ഞ പ്രസ്താവനകൾ, ഈ 4 പ്രസ്താവനകൾ നടപ്പിനെ വിശദീകരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ 4 പ്രസ്താവനകളും പാർട്ടിസിപ്പിൾസാണ്. അതിനെ അത് കണക്ട് ചെയ്യുന്ന, അതിനെക്കുറിച്ചൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, പ്രാർത്ഥനയോട് കണക്ട് ചെയ്യണോ അതോ നടപ്പിനോട് കണക്ട് ചെയ്യണോ. അപ്പോൾ നടപ്പിനോട് കണക്ട് ചെയ്യുന്നതാണ് ഉചിതമായ കാര്യം നമ്മൾ കണ്ടെത്തി. കാരണം യുക്തിസഹമായ രീതിയിൽ ആ ഒരു പോക്കാണ് കൂടുതൽ യോജ്യമായിട്ടുള്ള കാര്യം. So let me stop here on steps 4 and 5 and see, is there anyone that is struggling to follow or are there any questions? Yes. So that's what question does it answer? Does it tell me when? Does it tell me where? Does it tell me why? Does it tell me, I said 5 W's, how? It's, I guess would be a W in a weird way. But what question does it answer or what information does it give? ഒരു ക്ലോസ് മറ്റൊരു ക്ലോസിന് കീഴിലാണ്, വിശദീകരിക്കുന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏത് നിലയിലാണ് അത് വിശദീകരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എപ്പോൾ, എവിടെ, ആര്, എന്ത് എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ പറയുന്ന സബോർഡിനേറ്റ് ക്ലോസുകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം, എന്തുകൊണ്ട്, എങ്ങനെ. So we're going to go step by step through another paragraph and hopefully now you'll say, oh, I see what we were doing in Colossians as we do that. ഇത് നമ്മൾ ഒരു വേദഭാഗത്ത് എങ്ങനെയാണ് ഇത് പ്രായോഗികമാക്കാൻ കഴിയുന്നതെന്നുള്ളത് ഇത് നമുക്ക് പറയാം. അപ്പോൾ ആ അവസരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So step number 6. 6ാമത്തെ സ്റ്റെപ്പ്. Find the meaning of the sentence by looking for your own words to restate the sentence. അപ്പോൾ അതായത് ഈ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഈ പ്രസ്താവന നമ്മുടെ തന്നെ വാക്കുകൾ നമ്മളൊന്ന് പറയണം. ബൈബിൾ ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മളെ തന്നെ ഭാഷയിൽ ഈ പറഞ്ഞ പ്രസ്താവന ഒന്ന് പറയാൻ പറ്റിയാൽ ഈ പറഞ്ഞ ഭാഷ എന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. So I want to wrestle with the paragraph and see, can I give words to it? Because I think if I can give words to it, then I really understand what it's saying. ഒരു പ്രസ്താവന നമ്മുടെ തന്നെ വാക്കുകളിൽ അതിൻ്റെ അർത്ഥം പറയാനായിട്ട് സാധിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ്. പലപ്പോഴും ഐ മൈ ആഡ് വൺ മോർ സെൻറ്റൻസ്. പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ബൈബിളിൽ പറഞ്ഞ ആ വാക്കുകൾ തന്നെ നമ്മൾ ആവർത്തിക്കും. അപ്പോൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല, കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ എന്തർത്ഥമാണ് നമ്മൾ ഗ്രഹിച്ചത് എന്നുള്ളത് നമ്മുടെ തന്നെ വാക്കുകൾ പറയാൻ സാധിച്ചാൽ കേൾക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാകും, നമുക്ക് മനസ്സിലായി അതിൻ്റെ അർത്ഥം. പറഞ്ഞു മനസ്സിലായോ? Colossians 1, Paul prays for believers. കൊലോസ്യയിലെ പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. That they might have greater understanding. അവർക്ക് അധികം അറിവുണ്ടാകണം. Not as an end of itself, but that it might lead to a worthy life characterized by fruitfulness, strengthening, and thankfulness. ഇവിടെ നമ്മൾ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പറയുകയാണ് എങ്കിൽ ആ വാക്യം നമുക്ക് മനസ്സിലായിരുന്നില്ല അതിനർത്ഥം. അപ്പോൾ പറയാം, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അത് അല്ലെങ്കിൽ കൊലോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അറിവിനും അതുപോലെ തന്നെ പരിജ്ഞാനത്തിനുമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഉദ്ദേശ്യം എന്നത് കർത്താവിന് യോഗ്യമായ രീതിയിൽ അവർ നടക്കണം. ആ നടപ്പ് പിന്നെ വിശദീകരിക്കാനായിട്ടുള്ള 4 വാക്കുകൾ. യു സേ ദാറ്റ് ആ നിലയിൽ പറയാൻ പറ്റിയാൽ ആ പാരഗ്രാഫ് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുക, അല്ലെങ്കിൽ പറയാൻ ഒക്കെയില്ല. But you just want to try to, that sentence, I just made it up, but the main idea of the paragraph was the main idea of my sentence. Yeah. Paul prays for believers, and then I tried to include some of the major elements that helps me say, I see what that paragraph's about. അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മളുടെ തന്നെ വാക്കുകളിൽ നമുക്ക് പറയാൻ സാധിച്ചാൽ പൗലോസ് പറഞ്ഞ് നമുക്ക് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. And then finally, step 7, I find the role of the sentence in the paragraph by looking at how it relates to the sentences before and after it. അപ്പോൾ അതായത് നമ്മൾ പറയുന്നതായിരിക്കുന്ന ഈ ആശയം സത്യസന്ധമാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ആശയം ഇതിന് മുൻപിലുള്ള പാരഗ്രാഫും ഇതിന് ശേഷമുള്ള പാരഗ്രാഫുമായിട്ട് എങ്ങനെ യോജിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ റോയ് പോൾ സഹോദരൻ പറഞ്ഞ കാര്യവും അതിനകത്ത് വരും. ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് സ്വതന്ത്രമായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു ആശയമല്ല. ഈ പറഞ്ഞ ആശയം മുകളിൽ പറഞ്ഞു വന്ന ആശയത്തിൻ്റെ തുടർച്ചയാണ്. ഈ ആശയത്തിന് തുടർച്ചയായിട്ടാണ് ഇനി താൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം മുകളിൽ പറഞ്ഞ ഈ നമ്മൾ പറയുന്ന ആശയം അതിന് മുകളിൽ പറഞ്ഞ ആശയവുമായിട്ട് എങ്ങനെ യോജിക്കുന്നു, അതിന് ശേഷമുള്ള ആശയവുമായിട്ട് അത് യോജിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. യോജിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ശരിയല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. So is anybody ready to quit the ministry now? ഇവിടെ ഇനി പ്രസംഗിക്കുന്നില്ല എന്ന് എത്ര പേര് തീരുമാനിച്ചു? That's too much. Yeah. Let's do an example, okay? We'll do an example. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. Actually, no, we'll do. I think scaring people with regard to preaching is a very good thing. Okay. Because they just preach and preach what they want to preach. Yeah, and hopefully, as we go through the steps, you realize it's not as complicated as it sounds. We do this all the when time. We read newspapers, or we do it all the time. Yeah. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ അപൂർവമായ ഒരു കാര്യമല്ല. നിങ്ങൾ എന്ത് പുസ്തകം വായിച്ചാലും ന്യൂസ് പേപ്പർ വായിച്ചാലും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ അറിവോടെ ചെയ്യണമെന്ന് പറയുന്നത്. ഒരു പ്രസ്താവന വായിച്ചാൽ ആ പ്രസ്താവന മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മളീ പറയണത്. അപ്പോൾ അത് സുബോധത്തോടു കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് ആ കാര്യങ്ങൾ ചെയ്താൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ബൈബിൾ വായിക്കുമ്പോഴുള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ വായിക്കുന്നത്. ആണോ? ബൈബിൾ അറിയണമെന്ന് വിചാരിച്ചാൽ വായിക്കുന്നത് അല്ല, വായിച്ചു എന്ന് വരുത്താൻ വേണ്ടിയല്ലേ വായിക്കണേ. അങ്ങനെ വായിച്ചാൽ പറ്റില്ല. ബൈബിൾ മനസ്സിലാക്കാനായിട്ട് വായിക്കുകയാണ് എങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ മാനസിക ക്രമീകരണം ബൈബിൾ വായിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഭാഷയും പരിപാടികളും ഒക്കെ ഇച്ചിരി പഴക്കമുണ്ടെന്നൊക്കെയുള്ള കാര്യം ശരിയാ. എന്നാൽ ഏത് കാര്യം മനസ്സിലാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന I'm preaching. I like it. Praise God. Keep going. ആ കാര്യങ്ങൾ നമ്മൾ ബൈബിൾ വായനയിൽ ഉപയോഗിച്ചാൽ ബൈബിൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കി നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. Okay. Well, yes, I'm done. Oh, very good. Let's do a sample sentence or a sample paragraph here in Romans 1:16-17. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 16ഉം 17ഉം വാക്യങ്ങൾ. All right. What's our first step? ഒന്നാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? പാരഗ്രാഫ്. Find our passage by looking for the paragraph. Our paragraph is Romans 1:16-17. We're already done with the first step. 16ഉം 17ഉം ഒരു പാരഗ്രാഫാണോ? മലയാള ബൈബിളിലാണോ? അതാണോ? Is it a paragraph? Okay. All right. What is our second step? So in Malayalam it is not a paragraph. Oh, it's not. Oh, it's a problem. No, it's not. In certain versions it is. So In certain okay. Well, we'll work with this just as an example, as a small example. So yeah, we'll work with this just as an example, okay, Bubba? it has to be a paragraph because നിങ്ങൾ വായിച്ചു വന്നാൽ നമുക്കറിയാം 15ാമത്തെ വാക്യത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ് 16ാമത്തെ വാക്യത്തിൽ പറയുന്നത്.
പിന്നെ 18ാമത്തെ വാക്യത്തിൽ 17ാമത്തെ വാക്യത്തിൽ It didn't like that. Yeah. Okay, I'm back. Sorry. I was leaving because you said it wasn't a paragraph. No, actually it woke some people up, they are upset. Oh, yes. Very good. Very good. The thunder of God, yeah. You're supposed to thunder when you preach, right? So we want to find our sentences by looking for our full stops. How many ഇനി നമ്മൾ sentences? ഒന്നാമത്തെ സ്റ്റെപ്പ് പാരഗ്രാഫ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി പാരഗ്രാഫിലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ അല്ലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? ഫുൾ സ്റ്റോപ്പ് കണ്ടുപിടിക്കുക. അതെ. How many do we have? 2 sentences, right? So we have a period right here after the word Greek. So we'll hit return twice just so we can separate our sentences out. Okay, so we've done the first 2 of 7 steps. 2 സ്റ്റെപ്പുകൾ നിസ്സാരമായി നമ്മൾ കടന്നിരിക്കുന്നു. What is step 3? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? Find our verbs, right? So let's, I'll just read in English, and when we get to a verb, say that's a verb. Okay? Or do we want to do it in English or Malayalam? English is good enough. Okay. For I am not ashamed of the gospel. Do we have a verb there? Okay. Am would probably be as well. For I am, I think, would be the main verb of that. Am, is, are, was. Ooh. The speaker doesn't like it. Speaker doesn't like it. Okay. Okay, I'll stand back here. Maybe turn it off. All right, is that better? Yeah. Okay, maybe just off and on helps it. So I am not ashamed of the gospel, for it is the power of God. Anything in there? Is. Is, very good. For salvation to everyone who believes. Believes. Believes, okay. To the Jew first and also to the Greek. Anything? No. No, so it's a lot of words, but there's no verb there. So what do we know that's not? That's not a clause, right? Because there's no verb. Okay. For in it the righteousness of God is revealed. Revealed. Is revealed. As it is written. But the righteous, so is again. The righteous shall live by faith. All right, live. Or shall live. All right, so we got them all. Let's see, it should be 1, 2, 3, 4, 5, 6. 1, 2, 3, 4. What are we missing? It is. Okay, I missed that. Believes, is revealed. Okay, we got them all. We got them all. So, okay. We are done with step 3. Everybody with me so far? Okay. What's step 4? So we're looking for the independent clause, and how do we find it? We find the independent clause by looking for what? Subordinate words. So yeah. So let's go through here, and we'll ask at each clause or each verb. We'll say, can this be an independent sentence? For I am not ashamed of the gospel. Is that independent? Yeah. It is, yes. There's a trick that is important to know when you're studying the epistles. One of the great things about connecting words when it comes to the Bible is not only do we have subordinating words in sentences that connect clauses, we have subordinating words that connect paragraphs. Yeah. Does that make sense? So oftentimes, the first word of a paragraph is not part of the actual sentence. It connects this whole paragraph to what came before it. Yeah. In Malayalam, actually, they don't have those connecting. They don't? They don't. In many places. Okay. In Malayalam, it says there is no for in 16.
I am not ashamed. That is In what version? in 60 in Malayalam, In Malayalam. Okay. there is no connecting. It's not okay. Okay, so if you're working in English, you may have these connectors, and what that's going to tell you, 4 is going to tell me the cause. And if you remember right above this, I think is where he's saying he wants to come and preach the gospel to them, and he is Ready. talking about his He's- ministry. He's ready. Yeah, and then this, why does he want to do that? Well, because this paragraph is going to tell us why he has said what he said. So in Malayalam, it may not be an issue. Okay, so we'll hit return after the 4th, Corey. So everybody okay with that? So I am not ashamed of the gospel, okay? Now, is this independent? For it is the power of God for salvation to everyone. No. Is that independent? Can that be an independent sentence? No, it can't, right? Is there 4. a subordinating word? 4. Yeah, so 4, let's hit return before the 4, okay? And we can go ahead and indent that one too. Well, we'll come back to that. Okay, to everyone. And then what about who believes? Is that an independent sentence? Who believes? It could be if it was a question mark, but this isn't a question mark, right? So who believes is going to be another return there before who, Corey? And you see how we're putting each clause on its own line? And we'll leave that there for now. And let's go down to this next sentence. For in it the righteousness of God is revealed. How's that in Malayalam? Does it just start in it, the righteousness of God is revealed? Is 7? Yeah, in it. In it, okay. So in Malayalam, it doesn't have the word for, right? And I've been talking, not letting you translate. Yeah. Yeah. I think they all understood what. No, is there. God is there in Greek. No, it is to the previous paragraph. Yeah. Yeah, so most Greek paragraphs will have an introductory What is that word. again? What is that again? ഇല്ല എങ്ങനെ It does? So Corey's looking at the Greek, and 16 begins with gar, the Greek word. It's not beginning with God, it's not. Yeah, but that is not. Yeah. No, it's okay. That is not an issue at all. So in Because Greek, it is a word order is not the issue. word order doesn't matter in Greek. Yeah. Then you don't have the second God, where is it coming? It's not coming there. Yeah, that is there. It's 17. is Dikaios there a gar? gar. Gar again is the second word. The order of words is not important. Not important means there is an emphasis, but the order is not the most important thing. Right. So brother, I have another question here. Sure. See, in Malayalam, they have not written this form. The first one is not there. Yeah. When you write for, it becomes possessive. It becomes causal? Yes, yeah. The whole paragraph, it just would be causal. Yeah, the whole paragraph, yeah. Causal of the previous. Right. Okay. But when that is missed, it's no longer a cause and effect thing. Right. The interpreter, the Yeah. exegete would have to determine. Yes. That the thing is, see, good majority, some scholars say there is no need for this in translator, like as a causal thing. Some other scholars say it's not. Yeah, no. If there is a word, it has to be translated. In certain very unusual instances, they will say that, this word is not significant enough. But in most 99% of the cases, if the word gar is there, it is translated for.
In Malayalam, somehow, most of these connecting words are missing. I do not know why. Most of them are missing. Yeah, I looked through. No. In most of the places, the connection is probably it is logical or something. In most places, it is not there. Yeah. So I would I say know if it's why. in the Greek, though, Yeah. believing in verbal plenary inspiration, we would want. we that want to down. include that word. Yeah. You don't want to take it away. All right, so let's talk about this. For in it, the righteousness of God is revealed from faith to faith. So we're in a different sentence. In Malayalam, there's no for, right? That's right. I mean, he says it is implied. So it would be implied, but there's no for because the same thing. This for connects this paragraph to the previous paragraph. This for connects this sentence to this sentence. Yes. Does that make sense? So I would hit return after for. അപ്പം നമ്മൾ പറഞ്ഞത് After this for. ഫോർ എന്ന് പറയുന്ന ഒരു വാക്ക് 16-ാമത്തെ വാക്യത്തിലുണ്ട്, പക്ഷെ മലയാള പരിഭാഷയിലില്ല. എന്നാൽ ആ വാക്ക് 17-ലില്ലല്ലേ? 17-ലുണ്ടോ? ഫോറില്ല. That word for is not translated. It's not, okay. So we'll leave it for English, but it is a connecting word that's not required for the sentence. So this is our main idea. In it, the righteousness of God is revealed from faith to faith. Let's go to the next one. As it is written, is that an independent clause? As it is written. No, it's not, is it? What's our subordinating word? As. Very good. So yeah, so let's return it as. We'll come down here. As it is written, and then the content of the writing is but the righteous man shall live by faith. And so let's go to step number 5. And what we're wanting to do is for every subordinate clause, so for these two and then for this one, we want to ask, what does it modify? And what does it give information about in the paragraph, and what question does it answer? അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ക്ലോസുകൾ നമ്മൾ കണ്ടുപിടിച്ചു, അതിനകത്ത് സബോർഡിനേറ്റ് ക്ലോസുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, മെയിൻ പ്രസ്താവന എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനിയത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സബോർഡിനേറ്റ് ക്ലോസ് ഏതിനാണ് സബോർഡിനേറ്റ്, ഏത് ആശയത്തെ വിശദീകരിക്കാനായിട്ടാണ് ഈ ക്ലോസുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. So here we have, I am not ashamed of the gospel, and now we're asking this clause, for it is the power of God of salvation to everyone. Does that tell me something about I'm not ashamed of the gospel? Yes, it does, right? പിന്നെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അല്ലല്ല, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറയുന്നത് മെയിൻ പ്രസ്താവനയാണ്. എന്ന് പിന്നെ പറഞ്ഞു അതിൽ ദൈവത്തിൻ്റെ നീതി അല്ല, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പം ഈ രക്ഷയ്ക്കായുള്ള ദൈവശക്തി എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആണ്. അപ്പം അത് ഏത് അങ്ങനെയാണ് പറഞ്ഞത്? Will you say that again? I think I lost it. Yeah. So I asked the question, does the clause that says, for it is the power of God for salvation to everyone, does that tell me something about I am not ashamed of the gospel? അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് പറയുന്ന പ്രസ്താവന ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അത് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണമാണോ? Yes, it does, right? Yeah. And then the second question we want to ask is, what does it tell me? What question does it answer? I'm not ashamed of the gospel. Does this tell me when I'm not ashamed of the gospel? How I'm not ashamed? Why? Why? So we could put why out here, yeah. And so I'm not ashamed of the gospel, and this is why I'm not ashamed of the gospel. അവിടെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രസ്താവന, സബോർഡിനേറ്റായിട്ട് നിൽക്കുന്ന ആ പ്രസ്താവന ഏത് ചോദ്യത്തിനാണ് മറുപടി നൽകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് പിന്നെ എപ്പോൾ, എവിടെ, ആര്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അത് മറുപടി നൽകുന്നില്ല. എന്തുകൊണ്ട്, അല്ലേ, എന്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ചോദ്യത്തിനാണ്. അപ്പം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്
അത് രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. And so now we want to look at this third clause, who believes, to the Jew first and also the Greek, okay? അവിടെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന ഏത് കാര്യത്തിൻ്റെ വിശദീകരണമാണ്? So who is a relative pronoun. ഹു എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ആക്കുന്ന ഒരു പ്രസ്താവനയാണല്ലോ. ആര് എന്ന് പറയുന്നത്. And we'll do this by, I want to see if this tells me something about this first clause, I'm not ashamed of the gospel. അപ്പോൾ അത് വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയുന്ന പ്രസ്താവന ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നൊരു വിശദീകരണമാണോ? And I'm going to do that by omitting this middle clause here. All right? അതെ. I'm going to act like it's not there. അതിന് മധ്യത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ആ പ്രസ്താവന ഒഴിവാക്കി അത് വായിച്ചാൽ നമുക്ക് അത് കൊണ്ട് സെൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ വായിച്ചാൽ എന്തെങ്കിലും, അതായത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, അതിൻ്റെ കാരണം വിശ്വസിക്കുന്ന ഏവനും, അത് ഏത് ക്ലോസിന് കീഴിലാണ് എന്നുള്ള ചോദ്യം. So tell me if this makes sense. ഒന്ന് പറഞ്ഞേ. I am not ashamed of the gospel, who believes, to the Jew first and also to the Greek. ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ചും കൂടെ അത് വ്യക്തമാണ്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഏവനും എന്ന് പറയുന്ന പ്രസ്താവന ലജ്ജയില്ല എന്ന് പറയുന്നതിന് വിശദീകരണമാകാൻ പറ്റുകയില്ല. അതേ പറഞ്ഞോളൂ, ഇല്ലേ? യു എഗ്രി? I'm trying to answer the question. Does this clause tell me something about this one? Yeah. Corey indented just one over. So I am not ashamed of the gospel, who believes. Does that make sense? No. No. Okay. Now let's omit this first clause. For it is the power of God for salvation to everyone who believes. Yes. Okay, so it's telling me something about that, right? Yeah. And what question is it answering? Who is it? How? Okay, how or who? So we can put how or who out there. And what in this clause does it relate to? അത് ഏത് പ്രസ്താവനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? A relative pronoun is always going to describe a previous noun. So what noun in this clause is being described? Everyone, right? Yeah. It's an adjective clause. Yes, it is. Yeah, relative clauses or adjective clauses. That's exactly right. So think about this. What would be the problem if Paul said, I'm not ashamed of the gospel, for it's the power of God for salvation to everyone, period? What's the danger in that? Universalism. That's right. You may translate it. അവന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, കാരണം അത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാകുന്നുവല്ലോ. യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. വിശ്വസിക്കുന്ന എന്ന വാക്കങ്ങ് ഒഴിവാക്കിയുള്ള പ്രശ്നം എന്താ? വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയുന്ന വാക്കങ്ങ് ഒഴിവാക്കിയാൽ എന്താ പ്രശ്നം? എല്ലാവർക്കും രക്ഷയാണ്, ആരും രക്ഷിക്കില്ല. അപ്പം വിശ്വസിക്കുക എന്ന് പറയുന്നത് രക്ഷയ്ക്കുള്ള മുഖാന്തരമാണ് എന്ന കാര്യം ഒഴിവാക്കേണ്ടത്. Yeah, so everyone, Paul, what everyone are you talking about? No, just the everyone who believes. Yeah. Nobody that doesn't believe, but everyone who does. Yeah. അവിടെ ഈ ദൈവശക്തി ബാധകമായിരിക്കുന്നു, രക്ഷയ്ക്കുള്ള ദൈവശക്തി ബാധകമായിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. Okay, so now we go to this next sentence. Yeah. Where? To the Jew first and also to the Greek. You would make that a subordinate clause? I'm sorry? Second subordinate clause and the connection to the previous one. I understand it. Oh, right on this part? But remember, there's no verb there. So we have a prepositional phrase to the Jew first and also the Greek, but there's no verbal idea to make it a clause. Does that make sense? Okay, yeah. It limits the everyone, because this says it's the power of God for salvation to everyone. That makes it sound like every human is saved. Yeah. So yeah, this would be a subordinate conjunction, and this would be a relative pronoun. Yeah, so who is a relative pronoun? And the later one is
And what? Well, but it's to plus a verb. So this is to and a noun. So that would be a preposition. Yeah, that'd be a preposition. Yeah, you're right. You're right. Okay, so let's move to this next sentence here. For in it the righteousness of God is revealed from faith to faith. So we're going to do the same thing. It's a new sentence. We know this is the main idea. We know that it's introduced by for, and we know for often tells us why or the cause of something. And so we're going to ask, what is this the cause of? Is it a second independent idea? So is Paul saying, I'm not ashamed of the gospel, in it the righteousness of God is revealed, two things, or does this describe something up here? And the way we'll do that is we'll just take each clause, and I'll read clause 1 with this clause, and then we'll read clause 2 with this clause 3 with this clause. Does that make sense? 17-ാമത്തെ വാക്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 17-ാമത്തെ വാക്യം രക്ഷിക്കുന്ന ദൈവശക്തിയെ വിശദീകരിക്കുന്നതാണോ അതോ അത് ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്ന പ്രസ്താവനയുടെ വിശദീകരണമാണോ എന്നതാണ് 17-ാമത്തെ വാക്യത്തെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. Okay. So, I am not ashamed of the gospel, for in it the righteousness of God is revealed from faith to faith. Does that sound good? That sounds pretty good, doesn't it? Yeah. So let's go ahead and we'll try the other ones. So let's forget that. We're just going to read, for it is the power of God for salvation to everyone. In it the righteousness of God is revealed from faith to faith. Does that sound better or worse than the first option? That sounds better. Really? I think it sounds worse. You do? I don't know. Oh. Yeah. Okay. If it sounds better to you, I don't want to argue. Okay. And who believes to the Jew first and also the Greek, in it the righteousness of God is revealed? No? So I would say it goes with the first one because the in it, what is the it? This second one has an it also. And so they seem to be referring to the same thing. Does that make sense? And so we have for it is and for in it. And so I would indent the for and the in under here. So we're getting a second reason Paul's not ashamed. Does that make sense? Oh, yeah. Okay. You good with that? അവിടെ 17-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യത്തിൻ്റെ അതിലെ എന്തുകൊണ്ട് താൻ ലജ്ജിക്കുന്നില്ല എന്നതിൻ്റെ രണ്ടാമത്തെ കാരണമാണ്. ഒന്നാമത്തെ കാരണമാണ് താൻ പറഞ്ഞത് വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷിക്കാനുള്ള ദൈവശക്തിയാണ്. രണ്ടാമത്തെ കാരണം അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. And if you're still not sure that this is right, just think through it. So the way this is written, Paul says, I'm not ashamed of the gospel. The first reason I'm not ashamed, the second reason I'm not ashamed. If we were to say that this is describing this clause, now I would say I'm not ashamed of the gospel. Paul's going to give me a reason I'm not ashamed. He's going to define everyone, and then he's going to give me a second comment about the power of God. And this seems to relate more to not ashamed of the gospel than it does to the power of God. Does that make sense? They're both, I think so, yeah, I think you're right. Yeah, and so now we have to deal with this as it is written. And so does this tell me about I am not ashamed of the gospel as it is written? It is the power of God as it's written, who believes as it's written, or in it the righteousness of God is revealed from faith to faith as it is written. ഇനി മൂന്നാമത് നമുക്ക് പറയാനുള്ളത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അല്ലേ? Which question? Oh, yeah. From faith to faith, yes. Yeah, so we'll indent this over. And we've already talked about it a little bit. One more. But what question does this clause answer about I'm not ashamed of the gospel, for in it the righteousness of God is revealed? Does that tell me when, where, how, why? Why? Why. It's another why. Yeah. And then as it is written, what does that tell me about faith to faith? എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന കാര്യം Or really about it is revealed. ആശയത്തെ വിശദീകരിക്കുന്നതാണ്. It kind of tells us where it's revealed, right? That it's revealed
in the Bible, in those words, I think. So, as we look at this paragraph, now we want to put it in our own words. Okay? For sake of time, if I were to put this paragraph in my own words, I would say Paul makes one statement, and then he gives two reasons of defense. അവിടെ ഇതിനുശേഷം നമുക്ക് ഈ ആശയം നമ്മൾ തന്നെ വാക്കുകളിൽ പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ പൗലോസ് ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്, അതായത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്ന പ്രസ്താവന. അതിന് രണ്ട് കാരണങ്ങൾ അദ്ദേഹം പറയുന്നു. I think Paul's outline, if I'm making an outline of it, Paul says, I'm not ashamed of the gospel because it is something and it reveals something. It is and it reveals something. ഞാനിത് പറയുകയാണെങ്കിൽ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാനുള്ള കാരണം അത് ഒരു പ്രത്യേകത ഉള്ള കാര്യമാണ്. രണ്ടാമത് അത് ഒരു പ്രത്യേകതയെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. And if I'm thinking through how I would preach this, I'm not ashamed of the gospel. I might open with a story of me being ashamed to share the gospel. You know, some story of shame, and maybe you've not felt that, but have you ever felt the shame of people know you're a Christian and maybe your family is opposed or it's getting you in trouble and you're a little bit ashamed? Paul is facing this situation in Rome, and he says, I want to come teach you because I'm not ashamed of the gospel. And you might say, Paul, why are you not ashamed of the gospel? And he says, let me tell you two reasons I'm not ashamed. അവിടെ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത്, സുവിശേഷം പറയുമ്പോൾ ലജ്ജ വരാനുള്ളതായിരിക്കുന്ന പല കാരണങ്ങളുണ്ട് എന്നത് സ്വീകരിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ആ കാര്യത്തിൽ ഒന്നും തനിക്ക് ബാധകമല്ല, തനിക്ക് ലജ്ജിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. അതിന് രണ്ട് കാരണങ്ങൾ പൗലോസ് പറയുകയാണ്. ആ രണ്ട് കാരണങ്ങളാണ് ഈ വാക്യത്തിൽ തന്നെ പറയുന്നത്. And you say, what's the first reason you're not ashamed, Paul? And he says, you may think anything you want of the gospel, but let me tell you what the gospel definitively is. It is the power of God. പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാനുള്ള ആദ്യ കാരണം അത് മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നതുകൊണ്ടാണ്. And it is the power of God, not just in some small area of life. It's not the power of God to help me find a girlfriend. It's not the power of God to help me get an A in my class. It is the power of God for the most important thing in every person's life. It is the power of God for salvation. സുവിശേഷത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെയോ അത് മനുഷ്യൻ്റെ ഏറ്റവും ഗൗരവമായ പ്രശ്നമായിരിക്കുന്ന പാപത്തിന് ശിക്ഷയായിരിക്കുന്ന നിത്യ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. You know, and then I might even illustrate that idea from a story in my background. I might even illustrate that idea of it is the power of God for salvation. It is the thing that we can trust for salvation. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ പര്യാപ്തമായ അത് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ക്രമീകരണം എന്നതിനെക്കുറിച്ച് പറയാം. My wife was diagnosed with cancer, and every person we met had some type of solution. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. അവിടെ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട എല്ലാ മനുഷ്യരും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ഓരോ വഴികൾ പറയും. People would say, eat this, or stop eating that, or begin doing this, you know, bathe in this stuff. All these ideas. അവർ പറയും ഇന്ന കാര്യം കഴിക്കാൻ പാടില്ല, ഇന്ന കാര്യം കഴിക്കണം, ഇന്ന രീതി കുളിക്കണം, ഇന്ന രീതി നിൽക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്യാൻസറിൽ നിന്നുള്ളതായിരിക്കുന്ന അതിൻ്റെ ആക്രമണം കുറയ്ക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ഞങ്ങളോട് ആൾക്കാർ പറഞ്ഞു. I remember talking to her and saying that when we're talking about something like cancer, when we're talking about your life, all these other ideas may be interesting ideas, but I want the strongest power I can find. And we did chemotherapy and radiation. അവന് ഈ കുളിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ നല്ല അഭിപ്രായങ്ങളായിരുന്നുവെങ്കിലും അതിലൊന്നും ക്യാൻസറിൻ്റെ പ്രശ്നപരിഹാരത്തിനായിട്ട് ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല. അതിന് വേണ്ടത് അത് പരിഹരിക്കാൻ ലഭ്യമായ ഏറ്റവും വലിയ ശക്തിയാണ് അത് കീമോതെറാപ്പിയും റേഡിയേഷനുമാണ്. You know, you may choose to believe there is nothing after this life, and we'll see how that works for you. You may choose to believe in your good works, and that may work for you. But when it approaches the issue of salvation, I want the strongest power there is. And Paul says,
That is the gospel. നിങ്ങൾ ഒരു പക്ഷേ മരണശേഷമൊന്നുമില്ല, അതുകൊണ്ട് രക്ഷയെന്ന് പറഞ്ഞ വലിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ആളായിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ അപ്പസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ സകല മനുഷ്യരെയും വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ സുവിശേഷം തന്നെയാണ്, അതിൽ തന്നെ ആശ്രയിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. And then I would move to the next clause and say that the gospel is the greatest power in the world we have, but notice it only works for a certain type of person. It works for everyone as long as they meet one criteria. സുവിശേഷം രക്ഷിക്കുവാൻ, ഏത് വ്യക്തിയെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷെങ്കിൽ ആ സുവിശേഷം ഫലവത്തായി തീരണമെങ്കിൽ ഒരു നിബന്ധന ദൈവത്തിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ട്. And so the gospel, Paul's not ashamed of the gospel, one, because of what it is. It is the solution. But he's also not ashamed of the gospel. He gives a second reason, is that the gospel reveals something. രണ്ടാമത് സുവിശേഷത്തെ ലജ്ജിക്കാതിരിക്കാനുള്ള കാരണം സുവിശേഷം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ക്രമീകരണത്തിൻ്റെ വെളിപ്പാടാണ്. That the gospel reveals the righteousness of God. It shows us in the gospel we see who the true God is. ദൈവം സത്യത്തിൽ ആരാണ് എന്നുള്ള കാര്യം സുവിശേഷത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. And I would spend time talking about God and who He is in Scripture and how His sending Christ and Christ's death reveals that He is righteous. ദൈവം നീതിമാനാണ് എന്നുള്ള കാര്യം സുവിശേഷത്തിലൂടെ എങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയും. And then you can move to application if you're preaching this in your church. അതിനുശേഷം ഇതെങ്ങനെ നമുക്ക് ബാധകമായിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. When is the last time you have presented the gospel? If it's been more than a couple of weeks, is it because you're ashamed? You know, is there shame? With the idea of revelation of God's righteousness, as the righteousness of God is given to us as a gift. Yeah. Is that idea? Yeah, I think so. Yeah, that the gospel is that gift. Yeah. And then we could apply it in our lives as Christians, and then also have you accepted this gift? That's right. That's right. Yeah, so I think there would be applications off this, but this is meant to just show how this process clearly breaks down the paragraph, so we could say, Paul makes one statement, one declarative statement, I am not ashamed of the gospel, and then he gives us two reasons why that is. It is something, and it reveals someone, and that's powerful. Main? Oh, yes. How do you understand that from faith to faith, the righteousness of God is revealed from faith to faith? It's a good question. I would want to spend a little time unpacking that, honestly. I think it has the idea of as we grow in faith, that Moses, from glory to glory there when God shows Himself. And so it has the idea, I think, of as we see who God is, we grow in increasing measure of faith. How would you take about Well, I would like to just say, as Cranfield would say. Yeah, he said that, from faith to faith is from beginning to end. It is by faith. Okay, so kind of the beginning of the growth. From faith to faith, and it begins with faith and ends with faith, or the whole process is by faith. But there is a problem. There is an inconsistency in that. It is referring to that it is a pronoun referring to gospel. Yes, sir. Right? Yes. That it in the both persons refers to gospel. Yes, sir. Yeah. For it is the power of God. Gospel is the power of God. Yes, sir. Yeah. And if you substitute the gospel here, in the gospel, righteousness of God is revealed. God is revealed from faith to faith. Right. Yeah. So, What does it mean? it means that the righteousness of God revealed in the gospel is from the beginning to the end is incorporated by faith. Yeah. And I would be okay with that. No, it's a very difficult statement, but yeah. That's my point. Our point is that Yeah. unless you
No, I think you're right. That if you're preaching this text for 45 minutes, you're going to talk about topics like faith by faith, Yeah. and you're going to work through some of these things. I'm really just trying to show you how the flow of the Right, passage right. falls out. Yeah, I agree with that. yeah, you're right. As part of it, when people might ask, they may not understand what is what. Right. You are putting it as a carpet and moving smoothly. Yeah. And so that's where my initial feel would be that it is, as Then we he see explained- the revelation of yeah. God, our faith increases and increases. Yeah. But I'm And good then with he beginning says that, and end. actually, then he makes a quotation from the book of Habakkuk. Yeah. He says that the righteous one, and C.B. Cranfield, to whom I agree, translates it, I think that is the way it should be translated. The one who is righteous by faith shall live. That is the way it should be translated. Yeah, that is the way it is stated. One who is righteous by faith shall live. No. That you read that in Greek, it can be translated in the righteous one shall live by faith, or the one who is righteous by faith shall live. Yeah. But the guy who translated it that way, I think many scholars agree to that, and I think that's the right kind of translation. No, it's not, sir. No, sir. It is actually a very possible translation of that passage. That he said, but there is no conjunctive pronoun there in the Greek. Yes, sir. That's there. Yeah, you read it. It says, Hode dikaios ekpisteos isatai. The one who is righteous by faith, or from faith, shall live. That's the way it is translated. Yeah, you become righteous by faith. Yes. If you literally translate, the one who is righteous by faith shall live. That's the way the Greek is. It is an absolutely acceptable translation of that verse. That's a very difficult verse to translate, by the way. But we have to say that, many options are there. But the best option is that, I think, from the beginning to the end, it is by faith. Yeah. Because the gospel operates in the sphere of faith. And he already said it there in the previous verse. He said that, all those who believe. Then he continues to say that, the righteousness of God, right from the beginning to the end, is operating in the sphere of faith. Yeah. The one who is righteous by faith shall live by faith, So we're at 3:50. Do we break or questions or? Oh, they can look at it for their 2 hours? Yeah, you want to do that, Wes? So what we're going to do when we come back is we're going to take a bigger passage, Titus 2:11 Yes, to 14. And so you've got a 2-hour break, is that right? Yes. So there'll be a 2-hour break for coffee and fellowship and rest. So if you want to do 10 minutes of work just to try to find the verbs and the clauses, you can do that. And then Wes is going to lead us through this discussion tonight. Okay?